إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله ഏതൊരു മനുഷ്യനും തൻ്റെ ഐഹിക ജീവിതത്തിൽ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഒട്ടേറെ വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതിലൊന്ന് മനുഷ്യന്റെ ശൈശവകാലം, മറ്റൊന്ന് അവന്റെ യുവത്വകാലം, ആയുസ് ലഭിക്കുന്ന പക്ഷം മനുഷ്യരെത്തുന്ന വാർദ്ധക്യകാലം. അല്ലാഹു ഉണർത്തി, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. ആ 3 ഘട്ടങ്ങളും ഈ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കൊന്നും ജീവിതത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളാണിത്. ഇതിൽ വാർദ്ധക്യകാലം എന്നത് നാമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ്. പലപ്പോഴും വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്നവരെ കാണുന്നവരും അറിയുന്നവരുമാണ് നാം. മറ്റു പലരെയും ആശ്രയിക്കാതെ അവർക്കൊരുപക്ഷെ ജീവിക്കാൻ തന്നെ കഴിയാത്ത ഒരു കാലം. ഇന്ന് പല വീടുകളിലും വയോജനങ്ങൾ, വൃദ്ധരായ നമ്മുടെ സഹോദരങ്ങൾ തീർത്തും അവഗണിക്കപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വൃദ്ധരായ മാതാപിതാക്കളെ വഴിയോരങ്ങളിൽ തള്ളിവിടുന്നവരും അവരെ കൊലപ്പെടുത്തുന്നവരും വൃദ്ധസദനങ്ങളിൽ തളച്ചിടുകയും ചെയ്യുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്നവർക്കും നിത്യരോഗികൾക്കും ഉല്ലസിക്കാനും ആഹ്ലാദിക്കാനുമുള്ള സംവിധാനങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങളും മറ്റും ഒരുക്കുന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വീടുകളിൽ അവർ സമാധാനത്തോടെയല്ല കഴിയുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് ഈ രംഗത്ത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്നവരെയും നിത്യരോഗികളെയും സ്ഥിരമായി പരിചരിക്കുകയും അവർക്ക് മാനസിക സമാധാനം നൽകുകയും ചെയ്യേണ്ടത്
സത്യവിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് എന്ന് ആദ്യമായി തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്തിന്റെ കൂടെ എടുത്തു പറഞ്ഞതാണ് ഈ വിഷയം. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ റബ്ബിത തീരുമാനിച്ച് അറിയിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ മറ്റാരെയും നീ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മനുഷ്യൻ അവന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം. അവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ കാര്യം ഒറ്റ വാക്യത്തിൽ ഒതുക്കി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നത് ഒറ്റ വാക്കിൽ ഒതുക്കാതെ 6 കാര്യങ്ങൾ പിന്നെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തി. ഒന്ന്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. നീ ജീവിച്ചിരിക്കുമ്പോ നിന്റെ മാതാപിതാക്കൾക്കോ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്കോ വാർദ്ധക്യ സഹജമായ അവസ്ഥ വന്നാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോടൊരിക്കലും ഛേ എന്ന ഒരു വാക്ക് പോലും നീ പറയരുത്. വലാ തൻഹർഹുമാ, അവരെ അകറ്റരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ അവർക്ക് സമാധാനവും നിർഭയത്വവും നൽകുന്ന വാക്കുകളായിരിക്കണം നീ പറയേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തിക്കൊടുക്കണം. നീ പ്രാർത്ഥിക്കുകയും വേണം. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എന്റെ മാതാപിതാക്കൾ എന്നെ എന്റെ ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെയാണ് പരിചരിച്ചിട്ടുള്ളത്, പോറ്റിയത്, ഒരുപക്ഷെ അങ്ങനെ അവരെ പോറ്റാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഞാൻ അശക്തനാണ്. റബ്ബേ, നീ അവരോട് കരുണ ചൊരിയണേ എന്ന പ്രാർത്ഥന. ഇന്ന് ഇത് തീർത്തും അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂ ജനറേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. കുറേയൊക്കെ തിന്നണം, കുടിക്കണം, കുറെ യാത്ര ചെയ്യണം, കുറെ അധ്വാനിച്ച് പണമുണ്ടാക്കണം, പരമാവധി ഉല്ലസിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു തലമുറക്ക് മുമ്പിൽ ഇത്തരത്തിൽ വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്നവർ തീർത്തും അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ശാരീരിക അവശതകൾ മാത്രമല്ല, മാനസികമായും അവർ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യത ഇതുപോലുള്ള അവസ്ഥയിലെത്തിയ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ ഇനി നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രായം ചെന്ന ഒരാളെ നമുക്ക് കിട്ടിയാൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് വേണ്ട ആദരവും ബഹുമാനവും നൽകാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറന വലം യർഹം സഗീറന. നമ്മിൽ പെട്ടവനല്ല മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിലുണ്ട്, ഇന്ന മിൻ ഇജ്ലാലില്ലാ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് ഇക്റാമതി ശൈബത്തിൽ മുസ്ലിം, ഒരു മുസ്ലിമായ നരബാധിച്ച് ശാരീരിക അവയവങ്ങൾ എല്ലാം ബലം കുറഞ്ഞ് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ആളുകളെ, അത്തരത്തിലുള്ള ആളുകളെ ബഹുമാനിക്കൽ അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് എന്നാണ്. അത്ര പ്രാധാന്യം ഇത്തരം അവശതകൾ അനുഭവിക്കുന്നവരോട് നമുക്കുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാറ്റിലും മാതൃക, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എന്തിനും ഏതിലും മാതൃക എന്നത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രായമായവരെ ആദരിക്കാൻ, അവർക്ക് വേണ്ട പരിചരണം നൽകാൻ എത്രമാത്രം കൽപ്പനകളും വസിയത്തുകളുമുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ അമ്മ അഹദുകുമുൻ നാസ ഫൽയുഖഫിഫ്, നിങ്ങൾ ആർക്കെങ്കിലും ഇമാമിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം ലഘൂകരിക്കണം. ഫഇന്ന ഫീഹിമുസ് സ്വഗീറ വൽ കബീറ വല്ലഈഫ വൽ മരീള വദൽ ഹാജ. കാരണം നിങ്ങളുടെ പിന്നിൽ മഅ്മൂമുകളായി വന്നു നിൽക്കുന്നവരിൽ ചെറിയവരുണ്ട്, മുതിർന്നവരുണ്ട്, ദുർബലരുണ്ട്, രോഗികളുണ്ട്. മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ ജമാഅത്തിന്റെ സമയമാണല്ലോ എന്ന് കരുതി നിങ്ങളോടൊപ്പം നമസ്കരിക്കാൻ വന്നവർ അതിലുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത്, വഇദാ സ്വല്ലാ ലിനഫ്സിഹി ഫൽയുതവ്വിൽ മാ ശാഅ. നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആ നമസ്കാരം ദീർഘിപ്പിച്ചോളൂ, എത്ര സമയമെടുത്ത് നമസ്കരിച്ചോളൂ, അത് നിങ്ങളുടെ കാര്യമാണ്. മറ്റുള്ളവർ നിങ്ങളുടെ പിന്നിലുണ്ടാകുമ്പോൾ അങ്ങനെ ദീർഘമായി പാരായണം ചെയ്തുകൊണ്ടുള്ള, ദീർഘമായ റുക്കൂഉം സുജൂദും ചെയ്തുകൊണ്ടുള്ള നമസ്കാരം വേണ്ട എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അദ്ദേഹം ഇമാമ് നിൽക്കുകയും അങ്ങനെ മഅ്മൂമുകളിൽ ഒരാൾ പരാതി പറയുകയും ചെയ്തപ്പോ, അഫത്താനുൻ യാ മുആദ്, മുആദേ നീ കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചത് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഇബാദത്തുകളിൽ പോലും പ്രായമുള്ളവരെ പരിഗണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എന്നോർക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായം ചെന്നവരെ ഏതൊക്കെ സന്ദർഭത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവർക്ക് വേണ്ട ആദരവ് നൽകിയിട്ടുണ്ട്. മക്ക മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായ വിജയിച്ചു കിട്ടിയ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്ന പിതാവായ അബൂ ഖുഹാഫയെ റസൂലുള്ളാഹിയെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. പ്രായമേറിയ അബൂ ഖുഹാഫ നടന്നു വരുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ലൗ തറക്ത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാഹു. ഈ വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്ന പിതാവിനെ വീട്ടിൽ നിർത്തിയാൽ മതിയല്ലോ, ഞാൻ അങ്ങോട്ട് വരുമല്ലോ എന്ന്. നോക്കൂ നിങ്ങൾ, ആരാണ് ഈ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനേക്കാളും ഒരു ഉത്തമൻ, അതിനേക്കാളും ഒരു മാന്യൻ ഈ ഉമ്മത്തിലുണ്ടോ? നാം ആദരിക്കേണ്ട, നാം പിന്തുടരേണ്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക അതാണ്. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ആധുനിക പളപളപ്പിലൂടെ ജീവിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ദീനീ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഇബാദത്തുകളോടൊപ്പം തന്നെ ഇത്തരം കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെയാണ് നേട്ടം. എന്താ നേട്ടം? നമ്മളും ഒരുപക്ഷെ അള്ളാഹു ആയുസ് നീട്ടിത്തരുകയാണെങ്കിൽ ഇതുപോലുള്ള ജീവിതഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. ആ സന്ദർഭത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്നവർ നമുക്ക് പരിഗണന നൽകാൻ ഇങ്ങനെ അവരെ സഹായിച്ചു കൊണ്ടിരിക്കണം. അതല്ലേ ഹദീസിലുള്ളത്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. തന്റെ ഒരു സഹോദരനെ ഒരാൾ സഹായിക്കുന്ന കാലമത്രയും അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. മാത്രവുമല്ല, മുതിർന്നവരുടെ സാന്നിധ്യം, ആ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ, നമ്മളിരിക്കുന്ന സദസ്സുകളിൽ, നമ്മൾ പങ്കെടുക്കുന്ന ഏതൊരിടത്തും ഒരു മുതിർന്ന വ്യക്തിയുണ്ടോ ആ വ്യക്തി കാരണം ബറക്കത്തുണ്ട് നമുക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽ ബറക്കത്തു മഅ അകാബിരിക്കും. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത്, അള്ളാഹു നൽകുന്ന ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, ആയുസ്സാവട്ടെ, ജീവിത വിഭവങ്ങളാവട്ടെ, അതിൽ സ്ഥായിയായി അള്ളാഹുവിന്റെ പരിഗണനയാണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബറക്കത്ത് നിങ്ങൾക്ക് ലഭിക്കും മഅ അകാബിരിക്കും. നിങ്ങളിലെ മുതിർന്നവർ നിങ്ങളോടൊപ്പമുണ്ടോ, അവരെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ടോ, അവരോട് ദയയും കാരുണ്യവും കാണിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ബറക്കത്തുണ്ട് ജീവിതത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രവുമല്ല, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഞാൻ അടക്കമുള്ള ഓരോരുത്തരും ഒരുപക്ഷെ ജീവിതത്തിൽ കാര്യമായി പണിയെടുക്കുന്നത് എന്തിനാ? റിസ്ക് ലഭിക്കാനാണ്. ജീവിതത്തിൽ അത്യാവശ്യം ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടിയാണ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ.
അള്ളാന്റെ റസൂല് പറയാണ്, ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിളുഅഫാഇകും. നിങ്ങളിലുള്ള അവശത അനുഭവിക്കുന്നവരും ദുർബലരുമായ ആളുകളെ നിങ്ങൾ എത്രമാത്രം സഹായിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് റിസ്ക്, ഉപജീവന വഴികൾ ലഭിച്ചുകൊണ്ടിരിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സദസ്സുകളിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം പരിഗണിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. ഇബ്ദഉ ബിൽ അകാബിർ, നിങ്ങൾ മുതിർന്നവരെ കൊണ്ട് തുടങ്ങുക. ഒരു സദസ്സിൽ ഒരു ഭക്ഷണം വിളമ്പുകയാണെങ്കിലും ഒരു സദസ്സിൽ മറ്റെന്ത് കാര്യത്തിലും മുതിർന്നവരുണ്ടോ അവരെ പരിഗണിക്കാൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇന്ന് ഭക്ഷണ സംസ്കാരത്തിൽ ബൊഫേ സംസ്കാരമുണ്ട്. അതൊരു സംസ്കാരമായി സ്വീകരിക്കണം എന്നില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അതുപോലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത് ആവശ്യമായി അനിവാര്യമായി വരും. ആളുകൾ ഭക്ഷണം സ്വയം എടുത്തു കഴിക്കാൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കും. പക്ഷെ അവിടെയും ഒരിക്കലും പ്രായം ചെന്നവർ ആ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. പ്രായം ചെന്നവരെ അത്തരം സദസ്സുകളിൽ പ്രത്യേകം അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും വിളമ്പി വെക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസികൾക്ക് ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിയുടെ പോറ്റുമ്മയായിരുന്നു ഉമ്മു ഐമൻ അലൈഹസ്സലാം. ആ പോറ്റുമ്മ വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാത്രം തിരക്ക് പിടിച്ച വ്യക്തിത്വമാണ്. എന്നിട്ട് പോലും കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറു ഉമ്മ ഐമൻ, ആ ഉമ്മു ഐമനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കാൻ സമയം കണ്ടിരുന്നു. വകാന അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ യസൂറാനിഹാ ഫീ മൻസിലിഹാ കമാ കാന നബിയു യസൂറുഹാ. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കറും ഉമറും അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും റസൂലുള്ളാഹിക്ക് ശേഷം ശ്രേഷ്ഠതയുള്ളവർ. ആ സ്വഹാബത്തിനെ നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കണം. ആ സ്വഹാബിമാരൊരിക്കലും ഇന്ന് നമ്മൾ ജീവിക്കുന്ന കേവലം മുസ്ലിങ്ങളിൽപ്പെട്ടവരല്ല. അവരുടെ എല്ലാം നമുക്ക് ദീനിൽ സ്വീകരിക്കാനുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങളുണ്ടാകും, അവരുടെ പ്രവർത്തനങ്ങളുണ്ടാകും, അവരുടെ സ്വഭാവങ്ങളുണ്ടാകും. അവരെ വിട്ടാൽ നമുക്ക് ദീനില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ആ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉമ്മു ഐമനെ സന്ദർശിക്കുമായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ അവരെ കാണാനുള്ള സമയം കണ്ടെത്തുക, അവർക്ക് എന്താണോ നമ്മിൽ നിന്ന് വേണ്ടത് അവരോടൊപ്പം ചെലവഴിക്കേണ്ടതായും. ഇപ്പോ ചില ഇടങ്ങളിലൊക്കെ പ്രാദേശിക ഭരണകൂടങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അവരൊക്കെ ഓരോ പ്രദേശത്തുമുള്ള പ്രായമേറിയ ആളുകൾ വീടുകളിൽ അവഗണിക്കപ്പെടുന്നു എന്ന് കരുതി അവരെ ടൂർ കൊണ്ടുപോകാനും അവർക്ക് ആവശ്യമായ ഉല്ലാസങ്ങളും ആഹ്ലാദങ്ങളും ഉണ്ടാക്കാൻ ചില സംവിധാനങ്ങൾ ഒരുക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. അതൊന്നും സ്ഥായിയല്ല. ഒരു പക്ഷെ അത് പിടിച്ച് എല്ലാവരും അതിന്റെ പിന്നാലെ പോകും. പക്ഷെ അതൊന്നും പോരാ. ഇവർക്ക് സ്ഥിരമായി അവരുടെ മരണം വരെ അവർക്ക് സമാധാനം കൊടുക്കാൻ, അവർക്ക് ശുശ്രൂഷ കൊടുക്കാൻ, അവർക്ക് ആവശ്യമായ അന്നവും വെള്ളവും കൊടുത്ത് അവരെ നന്നായി, ഒരു വീട്ടിൽ ഒരു ശിശു പൈതലുണ്ടെങ്കിൽ ആർക്കാ ബോധ്യമല്ലാത്തത്? ചെറിയ പിഞ്ചു മക്കളോട് വീട്ടുകാർക്കുള്ള ലാളനയും വാത്സല്യവും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിലുപരി ലാളനയും വാത്സല്യവും ദയയും റഹ്മത്തും വീട്ടിലുള്ള പിച്ചും പേയും പറയുന്ന വാർദ്ധക്യത്തിലെത്തിയ അവർക്ക് വേണമെന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തിൽ ഇത് വിശ്വാസികൾ തിരിച്ചറിയണമെന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നേരത്തെ സൂചിപ്പിച്ചത് സാമൂഹ്യ ജീവിതത്തിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കൊക്കെ ബോധ്യമായ ചില കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലും ദീന് ശ്രദ്ധിക്കുന്ന, ഇബാദത്ത് ശ്രദ്ധിക്കുന്ന സത്യവിശ്വാസികൾക്ക് കുറെ ചെയ്യാനുണ്ട് എന്നതുകൊണ്ടാണ് അത് ബോധ്യപ്പെടുത്തിയത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതിനെ തുടർന്ന് സൂചിപ്പിക്കാൻ. ഒന്ന്, യുവത്വകാലത്തിലുള്ളവർ, ഒരുപക്ഷെ ഞാനും ഇതുപോലുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച ദീർഘമായൊരു പ്രാർത്ഥനയുണ്ട്. അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ റബ്ബി, എന്റെ റബ്ബേ, അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ കസൽ, അലസതയിൽ നിന്ന്,
വസൂഇൽ കിബർ, വാർദ്ധക്യത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ എനിക്ക് സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് രാവിലെ പ്രാർത്ഥിച്ചു, വൈകുന്നേരം പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. സുന്നത്തും ഫർളുമായ നമസ്കാരങ്ങളിൽ സലാം വീട്ടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച 10-ലേറെ പ്രാർത്ഥനകളുണ്ട്. അതിലൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ വഅഊദു ബിക മിനൽ ജുബ്ൻ വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ വഅദാബിൽ ഖബർ. പിശുക്ക്, ഭീരുത്വം, വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് മടക്കപ്പെടൽ, ദുനിയാവിലെ ഫിത്തനകൾ, ഖബർ ശിക്ഷ എന്നിവയിൽ നിന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിച്ചത്. ഇക്കാര്യം ആരോഗ്യമുള്ള ചെറുപ്പക്കാർ തിരിച്ചറിയണം. ഇത്തരമൊരു പ്രയാസം വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നന്നായി ശുശ്രൂഷിക്കുക. അതൊരു ഇബാദത്താണ്, പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് എന്ന് ചിന്തിച്ച് അവരെ ശുശ്രൂഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം 60 വയസ്സിന് മീതെ അതിലേക്ക് വാർദ്ധക്യത്തിലേക്ക് ഒരുപക്ഷെ കടന്നവരും, എന്നാൽ അവർക്ക് ആരോഗ്യമുണ്ട്, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ല, അത്തരക്കാരൊക്കെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ, ഇദാ ബലഗർ റജുലു മിൻ ഉമ്മത്തി 60 സന, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാൾക്ക് 60 വയസ്സെത്തിക്കഴിഞ്ഞാൽ ഫഖദ് അഅദറല്ലാഹു ഇലൈഹി ഫിൽ ഉമുർ, അവന്റെ ആയുസ്സിന്റെ കാര്യത്തിൽ അള്ളാഹു അവന് പരലോകത്ത് ഒഴികഴിവ് ഇല്ല എന്നതാണ്. ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പരലോകത്ത് ഖേദം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 60 വയസ്സ് തന്നു, അതിന്റെ മീതെ കടന്നാൽ പിന്നെ പരലോകത്ത് ഒഴികഴിവിന് അവസരമില്ല എന്നതാണ്. അതുകൊണ്ട് വാർദ്ധക്യകാലം കേവലം വിനോദങ്ങളിൽ തള്ളി നീക്കേണ്ടവരല്ല ആ 60 മീതെ ജീവിക്കുന്നവർ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്ന് അതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം മ്യൂസിക്കുകളിലും വിനോദങ്ങളിലും ആഹ്ലാദങ്ങളിലും ഭൗതിക സമാധാനം, ഭൗതികമായ നിർഭയത്തെ ലഭിക്കാൻ അത്തരം കാര്യങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നു. തീർത്തും കൂടുതൽ പരലോക ബോധത്തോടുകൂടി ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഏത് സമയത്തും പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അവന്റെ ഫദ്ലും അവന്റെ റഅഫത്തും നൽകി അവരെ സഹായിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اعتقنا من النار. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.